ഹലോ, നമസ്കാരം. ഇന്നലെ മെബിൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ ഡാർബിൽ പോയേക്കുമായിരുന്നു. അവിടെ ഞാനായിരുന്നു അവതാരക. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എനിക്ക് അവതരണം ചെയ്യാൻ ഒരവസരം കിട്ടി. അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് കല്യാണവും നല്ലതായിരുന്നു. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് എൻ്റെ രണ്ടാമത്തെ വ്ളോഗിൽ. ഓക്കെ, കാണാം. Annakutti, careful. അടിപൊളി. വരൂ എൻ്റെ സുന്ദരിയായ അമ്മായിയമ്മ, വരൂ. എടുക്കാവോ? ഇത് വീഡിയോയാ. ഓക്കെ. ഇനി അധികം താമസം ഉണ്ടാവില്ല. അവര് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ചെറിയൊരു ചടങ്ങ് ആരംഭിച്ച് വേദിയിലേക്ക് കടന്നു വരുന്നതായിരിക്കും. അതൊന്ന് അറിയിക്കാൻ ഓർത്തു. സോ താങ്ക്സ് ഫോർ വെയിറ്റിംഗ് ഗൈസ്. They're almost ready. They're just around the corner. They will be here within few minutes. Thank you again for waiting. What a spectacular day it is. I'm sorry we are running a bit late, but just look at the venue. It's beautiful. It's gorgeous, isn't it? Right. Okay. Without any delay, right. Let me just introduce myself. So I'm Lima. I'm from Wigan. ടീനുവിന്റെ ഒരു നാത്തൂനായിട്ട് വരും. ടീനുവിന്റെ കസിന്റെ ഭാര്യയാണ് ഞാൻ. ഇനി നമുക്ക് വധുവിനെയും വരനെയും അവരുടെ മാതാപിതാക്കളെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് വരന്റെ മാതാപിതാക്കൾ മിസ്റ്റർ ആൻഡ് മിസസ് സനൽകുമാർ, ഇവർ തിരുവനന്തപുരത്ത് എള്ളങ്കിൽ കുടുംബാംഗങ്ങളാണ്. അവരെ ഞാൻ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പെണ്ണിന്റെ മാതാപിതാക്കളെ വിളിക്കാം. മിസ്റ്റർ ആൻഡ് മിസസ് ടെജി, ഇവർ ഉഴവൂർ സ്വദേശികളാണ്. മുഴിയിൽ പുത്തൻ വീട് കുടുംബാംഗങ്ങളാണ്. ടെജിങ്ങളെ, മോൻസേന്റെ ഇങ്ങോട്ട് പോര്. അടിപൊളി. അപ്പൊ രണ്ട് സെറ്റ് ഓഫ് പേരൻസും അവരുടെ മക്കളെ അനുഗ്രഹിക്കാൻ വേദിയിൽ വന്ന് തയ്യാറായി നിൽക്കുകയാണ്. ഇനി ഞാൻ അധികം താമസിക്കുന്നില്ല. സ്റ്റാർസ് ഓഫ് ദി ഡേ, ബ്രൈഡ് ആൻഡ് ഗ്രൂം, ജീവൻ ആൻഡ് ടീനു, വെൽക്കം. Everybody, just look at them. Just gorgeous. Thank you. First time. Wow, അത് നമ്മൾ അങ്കിളിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും കേട്ടോ. കല്യാണി അത് അമേരിക്കൻ ബുദ്ധിയാണ്. ഇവിടുന്ന് ഒരു കമന്റ്. ഓക്കെ, ഇനി നമുക്ക് വൈകിക്കണ്ട. വേദിയിൽ ഇനി പരമ്പരാഗത രീതിയിലുള്ള ചടങ്ങുകളാണ്. So on stage right now we have few Indian traditions
which is normally done on the stage for reception. ആദ്യമായി വിളക്ക് കൊളുത്തുന്ന ചടങ്ങാണ് ലൈറ്റിംഗ് ഓഫ് ലാമ്പ്. ദിസ് റിപ്രസെന്റ്സ് പ്രോസ്പെരിറ്റി. ഐശ്വര്യത്തിന്റെ പ്രതീകമായി വിളക്ക് തെളിയിക്കുന്ന ചടങ്ങാണ് ഇത്. മാതാപിതാക്കളും The party is still going on. പക്ഷെ എനിക്ക് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ പുറത്ത് കാറ്റ് കൊള്ളാൻ നിന്നു. ദൈവമേ, പ്രാന്തിയുടെ മതിയല്ലേ. ഇറ്റ്സ് ഓക്കെ. ഞങ്ങളുടെ അടിപൊളി ലൈറ്റൊക്കെ. ഒത്തിരി ഒച്ചയും ഒത്തിരി ചൂടുമായ എനിക്ക് ഇടയ്ക്കൊന്ന് യഥാർത്ഥ ഭൂമിദേവി ഒന്ന് കാണണം, ഒന്ന് തൊട്ട് സ്പർശിക്കണം. അങ്ങനെ പ്രകൃതിയോട് ഇടയ്ക്കൊന്ന് മിണ്ടിയില്ലെങ്കിൽ എനിക്കെന്താ പറയുക. സോ ജസ്റ്റ് ഒരു ക്വിക്ക് ബ്രേക്കിന് ഞാൻ വന്നതാണ്. So after getting some fresh air, I will be going back in a minute. സ്റ്റേജിൽ വന്ന് നിൽപ്പുണ്ട്. ഇത് നിങ്ങൾ കാണുന്നില്ലേ, 2 കസേരകൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ഒന്ന് ഇരിക്കാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നു. സോ ഇത് ഷൂ ഗെയിം ആണ്. ഷൂ ഗെയിം ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. സോ I'm just going to explain to those of you who don't know what shoe game is. ഇത് മനപ്പൊരുത്തം നോക്കുവാണ്. പറയുന്നതിന് മുന്നേ അവിടെ ചെയ്തല്ല. എന്താ മനപ്പൊരുത്തം, അതിന് മുന്നേ തന്നെ കൊള്ളാലോ. കിട്ടിയോ? 2 പേരുടെ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയോ? ഓക്കെ, കൊടുക്കൂ. ഒരാളുടെ മാത്രം പോരാ. സോ ഇപ്പൊ കണ്ടല്ലോ നിങ്ങള്, അവരുടെ പാദരക്ഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ്. സോ 2 പേർക്കും അവനവന്റെ ചെരുപ്പുകളുണ്ട്. ഒന്ന് പൊക്കി കാണിച്ചേ, എല്ലാവരെയും ഒന്ന് കാണിച്ചേ. ഉണ്ടല്ലോ, 2 ഉണ്ടല്ലോ. ഒരു പോരട്ടെ ഉണ്ടല്ലോ. 2 പേർക്കും ഉണ്ട് 2 പേരുടെ ചെരുപ്പുകൾ. എൻ്റെ കയ്യിൽ 10 ചോദ്യങ്ങൾ വീതമുണ്ട്. ഇതിൽ ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഇവർ ഒന്നിച്ച് ഉത്തരം പറയണം. പറയാന്ന് വെച്ചാൽ വാഗൊണ്ട് പറയാന്നല്ല, ഇതിൽ ആര് എന്നുള്ളതിലാണ് ഉത്തരം. അപ്പം ഞാനിപ്പം ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ നീല കളർ ഇഷ്ടമുള്ളത് ആരാണ്? അപ്പം അവളുടെ ഒരാൾക്ക് നീല കളർ ഇഷ്ടമായിരിക്കും. അപ്പം ആർക്കാണോ ഇഷ്ടം ആ ആളുടെ ചെരുപ്പ് ഇപ്പുറത്തെ ഇരിക്കുന്ന ആള് പൊക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മനപ്പൊരുത്തം കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ 10 ചോദ്യങ്ങളിലൂടെ നമുക്ക് ഇവര് ഒന്നിച്ച ഈ ദിവസം തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, എല്ലാവരും ഇത് കളിക്കാൻ റെഡിയാണോ? Can I have some cheer please? Are you ready for the shoe game? Once again please, with a loud of applause. Thank you. Okay guys, are you ready? Yes, Jeevan, are you ready? Yeah, okay. Jeevan, കളി മനസ്സിലായല്ലോ? ടീനു മനസ്സിലായല്ലോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം ഒന്നിച്ച് ഉത്തരം പറയണം കേട്ടോ. ഇങ്ങോട്ടും നോക്കാനൊന്നും പറ്റത്തില്ല. Who is the better cook? കൊള്ളാം. Who is the better driver? Yeah, as expected. അല്ലേ, അതെപ്പോഴും എങ്ങനെയാണ്. Who is more organized? Okay, that was interesting. നമ്മുടെ ഇവിടെ പടം പിടിക്കാനായിട്ടുണ്ടല്ലോ അല്ലേ ചേട്ടന്മാര്? ഒന്ന് ജസ്റ്റ് മേക്കിംഗ് ഷുവർ ഈ മനോഹര നിമിഷങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ടല്ലോ അല്ലേ? Okay, so question number 4. Who has better fashion sense? Only one answer please. I don't take 2, just 1. Okay, where's the answer from there? Jeevan, ഉത്തരം എവിടെയായിരുന്നു? Who has better fashion sense? ഒന്നുകൂടെ കാണിച്ചേ, പൊക്കി കാണിച്ചേ, എവിടെയാ? Okay, all right, okay. Who is funnier? Oh wow, without a doubt, she did it. Wow. Okay, who is better at keeping secrets?
Still not sure. No, one answer. No. I'm not going to let you have that. One answer, please. Okay. Jeevan, what was your answer, please? Oh, no, sorry. Just one. You're a good team. All right, then. All right. Okay. I'll let you go. So you both said, it's both of you. Who talks the loudest? Oh, that's always the case, isn't it? That's always the case. You're not looking at each other, are you? No, I said no peeping. Okay, all right. Who likes to be late for work? Do you have your colleagues here? Yeah? Okay. You can second that then. So who likes to be late for work? Can you raise your answer again? Hey, you're not telling me the answers. Okay, so again, who likes to be late for work? Show me the answer, please. ഞാൻ ഇവരുടെ നടുക്ക് കയറി നിൽക്കാൻ പോവാല്ല, ശരിയാവത്തില്ല. എനിക്ക് സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ നടുക്ക് നിൽക്കണം. ഇവിടെ ചീറ്റിങ് പറ്റത്തില്ല. ഇതിന് ഉത്തരമില്ല. ഇവർ ഉത്തരം പറഞ്ഞായിരുന്നോ? വേഗാവട്ടെ. ഓക്കെ, അവൻ പറഞ്ഞിട്ടുണ്ട്, ഇനി നീ പറ. Okay, is that right, colleagues? Is that right? Yeah, there we go. Who is the most stubborn? ഇത് ഞാൻ കളിച്ചപ്പോൾ ഓർക്കുന്നുണ്ട് എന്തായിരുന്നു. ഓ, ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, കണ്ണു കാണുന്നില്ലല്ലോ, എൻ്റെ തന്നെ റൈറ്റിംഗ് അല്ലേ. എനിക്ക് വെള്ളയെടുത്തൊന്നും ഇല്ല കേട്ടോ, എൻ്റെ റൈറ്റിംഗ് പെട്ടെന്ന് എഴുതിയതുകൊണ്ട് മനസ്സിലായില്ല. ഓക്കെ, സോ ദ ലാസ്റ്റ് വൺ. Who is more romantic? Uh-oh. Okay, that's it, guys. Thank you. I think it's 60%, 70%. Yeah, somewhere like that. You didn't do bad. That was good. That was interesting. Thank you, guys. Give them a big clap, please. Thank you. അങ്ങനെ 6.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനും എൻ്റെ മൈക്കെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ലോ, മൈക്രോഫോൺ, ഞാനും എൻ്റെ മൈക്കും വീണ്ടും ഒന്നിച്ചു. ആ ഫെൽ സോ ഗുഡ്. കാരണം അവതരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസം അത് ചെയ്യുമ്പോൾ. കല്യാണവും കോവിഡും എല്ലാമായി വല്ലാത്തൊരു ഗ്യാപ്പ് വന്നു. ഞാൻ 2018 നവംബർ 17 അതാണ് എൻ്റെ പ്രിസൈസ് ഡേറ്റ്. അന്ന് എൻ്റെ കൂട്ടുകാരുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അന്നാണ് അവസാനമായിട്ട് ഞാൻ ആങ്കറിങ് ചെയ്തത്. പിന്നെ 6.5 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഇന്ദുചൂടൻ്റെ ഡയലോഗ് ഓർമ്മ വരുന്നു, നരസിംഹത്തിലെ 6 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പോലെ ലീമ 6.5 വർഷങ്ങൾക്ക് ശേഷം അവതരണം വീണ്ടും അവതരിപ്പിച്ചു. അങ്ങനെ നല്ലതായിരുന്നു, നന്നായിട്ട് പോയെന്ന് എല്ലാവരും പറഞ്ഞു, കേട്ടപ്പോൾ സന്തോഷം. Yeah, so I was very excited about it, and the kalyanam was so nice. Yeah, so I'm hoping I'll get more chances, and I'm quite looking forward for more. So see you next time. Bye bye.